നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. അരിമ്പൂരിൽ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാരമുക്ക് വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. തൃപ്രയാർ ലെമർ സ്കൂളിലെ കലോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. അരിമ്പൂർ എറവിൽ റോഡിൽ കുറുകെ വീണ തെങ്ങിൻ ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 5:45 എറവ് കൈപ്പള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും പുലർച്ചെ വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത് റോഡിന് കുറുകെ വീഴുകയായിരുന്നു. റോഡിൽ നിന്ന് 4 അടിയോളം മുകളിലേക്ക് ഉയർന്ന് റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിൽ ബൈക്കിടിച്ച് നിജിൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ബോധരഹിതനായി റോഡിൽ വീണ് കിടന്ന ഇയാളെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് അരിമ്പൂരിൽ നിന്ന് ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബസ് എടുക്കാൻ ബൈക്കിൽ പോകുമ്പോഴായിരുന്നു അപകടം. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാരമുക്ക് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാരമുക്ക് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കുക, അത്യാവശ്യത്തിന് വേണ്ട ജീവനക്കാരെ ഉടനെ നിയമിക്കുക, പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക, അഡീഷണൽ സ്റ്റാഫിനെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. ധർണ DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, പഞ്ചായത്ത് മെമ്പർമാരായ ബീന സേവ്യർ, കവിത രാമചന്ദ്രൻ, ജിൻസി മരിയ തോമസ്, സെൽജി ഷാജു, ടോണി അത്താണിക്കൽ, പോഷക സംഘടനാ നേതാക്കളായ വാസു വളാഞ്ചേരി, ഷാലി വർഗീസ്, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ രോഗികൾക്കും പെൻഷൻ കൊടുക്കാത്ത സർക്കാർ, ലൈഫ് വീട് കൊടുക്കാത്ത സർക്കാർ, എല്ലാ നിലയ്ക്കും പരാജയപ്പെട്ട സർക്കാരിനെ താഴെക്കാൻ ആവശ്യമായ നടപടികളുമായി രാജ്യത്തിന് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മണ്ണൂർ വില്ലേജ് ഓഫീസിന് മുമ്പിലെ കാരമുക്ക് ഓഫീസിന് മുമ്പിലെ സമരം ഈ സമരത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്ന സമയം വരെ കോൺഗ്രസ് സമരമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിന് ദ്വിദിന കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ അങ്കണത്തിലെ 6 സ്റ്റേജുകളിലായാണ് കലോത്സവം നടക്കുന്നത്. സ്റ്റേജ് ഇനങ്ങളും സ്റ്റേജ് ഇതര ഇനങ്ങളുമായി 50ഓളം ഇനങ്ങളിലാണ് മത്സരം. നർത്തകി ഗായത്രി പത്മനാഭൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. So youth festival was a day that I used to look forward to, because I used to get lots of prizes. Okay, so I had this elevated ego in myself. I was telling ma'am, okay, that always for dance programs I used to get first prize. So I used to consider myself as somebody who knew everything about dance. So whenever I get a second prize or third prize, I used to think, oh, who is that judge who doesn't know anything who gave me second prize?
I deserve first prize, right? As if I am on top of the world. So that was my attitude in school days, maybe in a lower classes. But later, so there are so many trophies in my house which I still don't know where they are. They might be lying somewhere in some cupboard, somewhere. I don't know. And those certificates, where are they? I don't know. So I want to tell you that these youth festivals are a beautiful platform for all of us to explore different art forms, get onto stage and present ourselves with confidence. But more than that, the prize does not matter. പെർസെപ്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. യോഗത്തിൽ പ്രിൻസിപ്പൽ ഖേനി മൈക്കിൾ, ട്രഷറർ എ ഹാരിസ്, മാനേജർ IT മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പൽ CS സുവിധ, കോർഡിനേറ്റർമാരായ KM ദീപ, KC ആശ, സായി ദേവി അജയ്, നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജിനൻ, ഹെഡ് ബോയ് ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പ്രഭാഷണ പരമ്പരയുടെ 5ാം ഘട്ടം സംഘടിപ്പിച്ചു. താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭാവിയുണ്ട് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടി KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നവഫാസിസത്തിനെതിരെ വിപുലമായ കൂട്ടായ്മ വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, സെക്രട്ടറി TR പ്രകാശൻ, സുജാത, അഡ്വക്കേറ്റ് ജൂബിലി, ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. ചേട്ടാ
അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. നാട്ടിക സെൻട്രൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. വിജയാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. എസ് എൻ ട്രസ്റ്റ് തൃശൂർ RTC കൺവീനറും ലോക്കൽ മാനേജറുമായ PK പ്രസിഡന്റ് പുരസ്കാര വിതരണം നിർവഹിച്ചു. അധ്യാപകർ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകി. പ്രിൻസിപ്പൽ ജയാഭിനി, പ്രധാനാധ്യാപിക മിനിജ R വിജയൻ, പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സുക്ലേഷ്, മുൻ പ്രധാനാധ്യാപിക V സുനിത, സ്റ്റാഫ് സെക്രട്ടറി നവീൻ ഭാസ്കർ എന്നിവർ സംസാരിച്ചു. എല്ലാവിധ സപ്പോർട്ടും പ്രസന്നേട്ടൻ്റെ വലിയ സാഹചര്യങ്ങൾ ഒതുക്കുന്നതിൽ, അതോടൊപ്പം PTA പ്രസിഡന്റ് നസീർ, മദർ PTA ഉണ്ടാകും. എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വളരണം, വീടിനേക്കാൾ നന്നാവണം വിദ്യാലയം എന്ന മനോഭാവത്തോടുകൂടി കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിൽ ഒരു സമൂഹം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ഭാവി പാകപ്പെടുത്തുന്നത് അല്ലേ? നമ്മുടെ ബഹുമാന്യ PTA പ്രസിഡന്റ് പറഞ്ഞല്ലോ, അധിക പഠനം എന്നതിൻ്റെ പേരിൽ വളരെ നേരം രാത്രി വൈകിയും കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് ടീച്ചേഴ്സ് സ്വന്തം വീട്ടിലേക്ക് കൂടി മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഇരുട്ടാണെങ്കിലും വകവയ്ക്കാതെ തൻ്റെ വീട്ടിലും തൻ്റെ മക്കൾ ഇതുമാതിരി +2നും SSLCക്കും പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ വിദ്യാലയത്തിലെ മക്കൾ 100% മാർക്ക് വാങ്ങിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി, അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രത്യേകം SN ട്രസ്റ്റ് സ്കൂളിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ടീച്ചേഴ്സിനെയും ഭാരവാഹികളെയും എല്ലാവരെയും ഒറ്റ മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമ്മൾക്ക് പ്രശസ്ത വിജയം കൈവരിക്കാൻ കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 VHSC വിഭാഗത്തിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. സിനിമാ സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രിൻസ് മദനൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽമാരായ ആശ, ഷിജി, സ്റ്റാഫ് സെക്രട്ടറി KJ പ്രേംകുമാർ, വേണു ചേർക്കര എന്നിവർ സംസാരിച്ചു. ഞാനിവിടെ നാട്ടിക ഈസ്റ്റ് അപ്പർ പ്രൈമറി സ്കൂളിലെ 6ാം ക്ലാസ് വരെ അവിടെ ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. അന്ന് പിന്നെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഈ തളിക്കുളം ഹൈസ്കൂളാണ്. കാരണം അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നാൽ ചെയ്യുക. തളിക്കുളം സ്കൂളെല്ലാം അവിടെ ചേർക്കല സ്കൂളെല്ലാം കുട്ടികൾ അങ്ങനെയാണ്. വേറെ ഹൈസ്കൂൾ വിഭാഗങ്ങളില്ല. ഈ ചേർക്കല സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് ഇതേപോലൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. അന്ന് നടൻ ഇന്നസെൻറ്റും ഞാനായിരുന്നു എന്ന് പങ്കെടുത്തത്. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സംസ്ഥാനത്ത് പകർച്ചപ്പനിയുടെയും ജലജന്യ രോഗങ്ങളുടെയും വ്യാപനം ആശങ്കയാകുന്നു. വൈറൽ പനി, എലിപ്പനി, ഡെങ്കി, മസ്തിഷ്ക ജ്വരം, ചെള്ളുപനി, H1N1, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ വ്യാപിക്കുകയാണ്. കൂടാതെ
ഷിഗല്ല, മലേറിയ, വെസ്റ്റ് നൈൽ എന്നിവ ബാധിച്ചും ആളുകൾ ചികിത്സയ്ക്കെത്തുന്നു. ബുധനാഴ്ച 13,600 പേരാണ് പനി ബാധിച്ച സംസ്ഥാനത്ത് ചികിത്സ തേടിയത്. ഇവരിൽ 205 പേരെ കിടത്തി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്താണ് പനി ബാധിതരിൽ കൂടുതൽ ആളുകൾ, 2537 പേർ. ഈ മാസം 1212 പേർക്ക് ഡെങ്കിയും 897 പേർക്ക് മന്ദരോഗവും സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിമ്പൂരിൽ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാരമുക്ക് വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. തൃപ്രയാർ ലെമർ സ്കൂളിലെ കലോത്സവത്തിന് തുടക്കമായി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.